ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്കും യുവാക്കൾക്കും കൂടുതൽ പരിഗണന നൽകാൻ ബി.ജെ.പി. കേരളത്തിലടക്കം പാർട്ടിക്ക് പുറത്തുള്ള വനിതകളും പരിഗണനയിലുണ്ട്. കങ്കണ റണൌത്ത് അടക്കമുള്ളവരാണ് പട്ടികയിലുള്ളത്. 33% സീറ്റ് വനിതകൾക്ക് നൽകാനും പാർട്ടിയിൽ ആലോചനയുണ്ട്. നോബിൾ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി. നോബിൾ വനിതാ ബിൽ പാസാക്കിയതിന് പിന്നാലെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സരത്തിലേക്ക് കൂടുതൽ വനിതകളെയും യുവാക്കൾക്കും അവസരം നൽകാനാണ് ബി.ജെ.പി. നീക്കമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കങ്കണയുടെ ഉൾപ്പെടെ പ്രമുഖരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. കേരളത്തിൽ ആരുടെയൊക്കെ പേരുകളാണ് പരിഗണനയിലുള്ളത്? വിവിധ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വനിതകൾക്കും അതോടൊപ്പം തന്നെ യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകാനാണ് ബി.ജെ.പിയുടെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വനിതാ സംവരണ ബിൽ ഉൾപ്പെടെ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയിരുന്നു. അതിന് പിന്നാലെ രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തു. എന്നാൽ ആ നിയമമാവുന്നതിനും ഇത് പ്രാവർത്തികമാവുന്നതിന് മുൻപ് തന്നെ 33% സംവരണം വനിതകൾക്ക് നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളം അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ബീഹാർ, ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വനിതകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് അറിയുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് പുറത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് കലാസാംസ്കാരിക മേഖലയിലുള്ള ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. കങ്കണ റാവത്ത് ഉൾപ്പെടെയുള്ളവർ പരിഗണനയിൽ ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും ഇത്തരത്തിൽ, അതായത് എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാനുള്ള തീരുമാനമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയത് ഗുണകരമായി എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്ക് ഉണ്ട്. അതിലൂടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിന് മുൻപ് തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക, അതിൽ വനിതകൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി കേന്ദ്രീകരിച്ചുകൊണ്ടും ആ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനീത.